ഒരു കാലത്ത് കൊല്ലം ജില്ലയിലെ കുണ്ടറയ്ക്കടുത്ത് പ്രാക്കുളത്തെ പ്രധാന ഫുട്ബോളറായിരുന്ന എം.എ. ബേബിയെ അധികമാരും അറിയാനിടയില്ല. അന്നും ഇന്നും എന്നും എം.എ. ബേബിയുടെ മനസ്സിൽ കാൽപന്തുണ്ടായിരുന്നു. ഞങ്ങളുടെ ടീമിൻ്റെ ഗോൾ കീപ്പറായിരുന്നു ബേബി. അത് പലർക്കും അറിയില്ല. ബേബിക്ക് അങ്ങനെ ഒരു താല്പര്യം, ഒരു കളിക്കളത്തിലെ അനുഭവം ഉണ്ടെന്നുള്ളത് ആർക്കും അറിയില്ലെന്നാണ്, കൂടുതലാർക്കും അറിയില്ല. പക്ഷേ ഇപ്പോഴും എല്ലാ മത്സരങ്ങളും ഞാൻ പോലും കാണാൻ ശ്രമിക്കാത്ത പല മത്സരങ്ങളും ബേബി ഇരുന്ന് കാണും. കണ്ടിട്ട് എന്നെ വിളിച്ച് ചോദിക്കും, ഇന്ന ആളിൻ്റെ ഗോൾ സ്കോറിങ് കണ്ടോ, അതെത്ര മനോഹരമായിരുന്നു, ഒരു സേവ് ചെയ്തത് കണ്ടോ, അതെത്ര നല്ലതായിരുന്നു എന്നൊക്കെ സംസാരിക്കാറുണ്ട്. വായനയും നിരീശ്വരവാദവും മാർക്സവും ബേബിയിലുണ്ടാക്കിയ മാറ്റങ്ങൾ ആദ്യമേ അടുത്തറിഞ്ഞത് സുഹൃത്ത് SV സുധീർ ആയിരിക്കും. പിന്നെ ബേബി ഏറ്റവും കൂടുതൽ ബേബിയുടെ സഹോദരന്മാരുമായിട്ട് വീട്ടിൽ പലപ്പോഴും സംവാദങ്ങൾ നടത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല പല കാര്യങ്ങൾ ഈ തത്വചിന്തകളെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും അവർ വളരെ നല്ല ഒരു എക്സർസൈസ് എന്ന് നമ്മൾ പറയുന്ന ഒരു ഇൻ്റലക്ച്വൽ എക്സർസൈസ് വീട്ടിലുള്ള ബ്രദേഴ്സും ഒക്കെ ആയിട്ട് തന്നെ ബേബിക്കുണ്ടായിരുന്നു. അത് വളരെ കൂടുതൽ ബേബിക്ക് ഗുണം ചെയ്തിട്ടും ഉണ്ടെന്ന് മാത്രമല്ല, വളർച്ചയ്ക്ക് വളരെയേറെ സഹായിച്ചിട്ടുള്ള കാര്യമാണത്. വാക്കുകൾ അളന്നു മുറിച്ച് സംസാരിക്കുന്ന, ദൃഢതയോടെ സംസാരിക്കുന്ന ബേബി അന്നേ ജനഹൃദയങ്ങളിൽ ചേക്കേറിയിരുന്നു. ഒരു വ്യക്തി അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ അത് ചിരിച്ച് തള്ളിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ കാണുന്ന അതേ സ്വഭാവത്തിൽ തന്നെ. അപ്പോൾ അത്രയും ഒരു മനസ്സിൻ്റെ പക്വത അന്നും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. അത് വളരെ കൂടുതൽ ബേബിക്ക് ആ കഴിവ് അന്നും ഇന്നും ഒരുപോലെ നിൽക്കുന്നു. മാത്രമല്ല വളരെ ഹ്യൂമർ സെൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇരുവരും ഉപരിപഠനത്തിന് വിവിധ ക്യാമ്പസുകൾ തിരഞ്ഞെടുത്തുവെങ്കിലും ആ സൗഹൃദം ഇന്നും നിലയ്ക്കാതെ തുടരുന്നു. ബേബിയെ പോലീസ് തല്ലി ഒരു വളരെ ഗുരുതരമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നങ്ങ് എങ്ങനെ അടിച്ചു പോയി എന്നാണ് എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത്. ഞാൻ പിന്നീടാണത് മനസ്സിലാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.